ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ മുത്തുമണീസ്. മക്കളെ, നമ്മുടെ +1 കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു കമന്റും തരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലോ ഏതാണെന്നല്ലേ, ഇതാണ് ആ ലോ അല്ലെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ലോ ആണ് കേട്ടോ. നമ്മളൊരു റിയാക്ഷൻ വിചാരിക്കുക. എന്താ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഹൗ ടു മേക്ക് ചമ്മന്തി. മക്കളെ, എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക അല്ലെ? ആരൊക്കെ കൂട്ടണം? ഒരു മുളക് അല്ലെ, മുളക്, അതുപോലെ തന്നെ ഉപ്പ്, തേങ്ങ, ഇതൊക്കെ പാടെ കൂട്ടി അരച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ചമ്മന്തി ആയിട്ട് മാറും. സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ ചുട്ടരച്ച ചമ്മന്തി റെഡി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരെയാണ് റിയാക്റ്റന്റുകൾ എന്ന് പറയാം. ഇവർ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ചമ്മന്തി ഉണ്ടായി. ഇതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചാ. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, 1 കിലോ മുളക്, 1 കിലോ ഉപ്പ്, 1 കിലോ തേങ്ങ, ഈ 3 പാടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? ചമ്മന്തി കിട്ടും. എത്ര ചമ്മന്തി കിട്ടും മക്കളെ? നിങ്ങൾക്ക് തന്നെ അറിയാലോ. 1 കിലോ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ നിങ്ങൾ നോക്കിണ്ട 1 കിലോ ഉപ്പോ 1 കിലോ മുളകോ, സാറേ ബാത്റൂമിൽ പോയിട്ട് ഒഴിവുണ്ടാവില്ല എന്നായിരിക്കും. പക്ഷെ എന്നാലും ലോജിക്ക് വിട്ടിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ പറയുന്ന കൺസെപ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, 1 കിലോ മുളകും 1 കിലോ ഉപ്പും 1 കിലോ തേങ്ങയും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിലോന്റെ ചമ്മന്തി കിട്ടും മക്കളെ? 3 കിലോന്റെ ചമ്മന്തി കിട്ടും. അതായത് ഇവിടെ കൂടിച്ചേരുന്ന ആളുകളുടെ അളവും ഇവിടെ ഉണ്ടാവുന്ന ആളിന്റെ അളവും സെയിം അല്ലേ? അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലെ? അങ്ങനെ നമ്മൾ കെമിസ്ട്രിയിലേക്ക് മാറ്റുമ്പോൾ റിയാക്റ്റന്റ് മാസും പ്രൊഡക്റ്റിന്റെ മാസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മക്കളെ എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് ഓർ നോട്ട് ഡിസ്ട്രോയ്ഡ്. അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ കണ്ടോ, ഇവിടെയുള്ള കാർബണിന്റെയും ഓക്സിജന്റെയും മാസ് കൂട്ടിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കിട്ടും. അങ്ങനെ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പറയാം, മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെ പറയാം. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെയും പറയാം. കാരണം മാറ്റർ എന്ന് പറഞ്ഞ മാസുള്ള എല്ലാ വസ്തുവിനെയും നമുക്ക് മാറ്റർ എന്നും പറയാം. ഓക്കെ, സെറ്റാണ്. അപ്പൊ പക്ക അവിടെയാണ്. യെസ്, ഇത് കണ്ടുപിടിച്ച ചെങ്ങായിന്റെ പേരാണ് മക്കളെ ആന്റോണിയോ ലാവോസിയർ. ലാവോസിയർ ആലോചിച്ചാൽ മതി. എങ്ങനെ ആലോചിക്കും? ഈ പേര് തന്നെ ഉണ്ട്. നോക്കി നിങ്ങള്, ലോ ഓഫ് കൺസർവേഷൻ, ലാവോസി. ആ പേര് തന്നെ ഉണ്ട് അയാളുടെ പേര് കേട്ടോ, ലാവോസിയർ. ഓക്കെ, അപ്പൊ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരു ടോപ്പിക് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇനിയും കുറെ ലോസ് ഒക്കെ ഉണ്ട് അല്ലേ? ആ ലോസ് ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിന്റെ അടിപൊളി ബാച്ച് ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അല്ലെ. വെറും 4,999 ആണ് നമ്മുടെ കോഴ്സ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ കോഴ്സ്. നിങ്ങൾക്ക് +1 വേണ്ട എല്ലാം അടങ്ങുന്ന ടോട്ടൽ കോഴ്സ് വെറും ഈ ഒരു പൈസക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്നത്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യാം, കെമിസ്ട്രി സെറ്റ് ആക്കാം. ഓക്കെ.